ശരി അനീസ്, നിതിൻ സേവ്യർ വീണ്ടും ചേരുന്നുണ്ട്. നിതിൻ, 2 വാഹനങ്ങളാണ് ദുൽഖറിന്റേത് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു. അതാണോ സമൻസ്? ഇതിന് നിലവിൽ 2 വാഹനങ്ങൾ ദുൽഖറിന്റേതായി പിടിച്ചെടുത്തു. ഈ വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് അറിയില്ല. പക്ഷേ 2 വാഹനങ്ങൾ കൊച്ചിയിൽ നിന്നും ദുൽഖറിന്റേതായി പിടിച്ചെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലായത്. ഒപ്പം തന്നെ ദുൽഖറിന് സമൻസ് നൽകിയെന്ന വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും മറ്റ് ഈ മമ്മൂട്ടിയുടെ ഗ്യാരേജിലടക്കം നടത്തിയ പരിശോധനയിൽ ഈ വാഹനങ്ങളുടെ നമ്പരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റും പരിശോധന നടക്കുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന വാഹനങ്ങളാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ കസ്റ്റംസ് അത്തരത്തിൽ ഈ വാഹനങ്ങളെല്ലാം തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള നികുതി വെട്ടിച്ചു കൊണ്ടുവന്നാണോ എന്ന തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ 2 വാഹനങ്ങൾ ദുൽഖറിൻ്റെതായി പിടിച്ചെടുത്തു. അതായത് ലാൻഡ് റോവർ ഡിഫൻഡർ 2010 മോഡൽ ഡിഫൻഡറും ഒപ്പം തന്നെ ഒരു നിസാൻ KY, അത് ലക്കി ഭാസ്കർ സിനിമയിൽ ഉപയോഗിച്ച വാഹനമാണ്. ഈ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റേതെങ്കിലും വാഹനങ്ങൾ ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കൊണ്ടുവന്നതുണ്ടോ എന്ന കാര്യം കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട്. കസ്റ്റംസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഈ തട്ടിപ്പ് അറിയാമായിരുന്നു എന്നാണ്. അതായത് ഭൂട്ടാനിൽ നിന്നും ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് എത്തിച്ച ശേഷം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തത്. പ്രധാനമായും ഹിമാചൽ പ്രദേശ്, ഷിംല അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ. പിന്നീട് അവിടെ നിന്ന് വാഹനം വാങ്ങിച്ചവരാണ് മറ്റ് റീ രജിസ്ട്രേഷനുകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഇത്തരത്തിൽ ഈ തട്ടിപ്പുകൾ അറിയാമായിരുന്ന കാര്യമാണ് പ്രധാനമായും കസ്റ്റംസ് അന്വേഷിക്കുന്നത്. അത്തരത്തിൽ തട്ടിപ്പ് അറിയാമായിരുന്നുവെങ്കിൽ പിന്നീട് അത് ഇവർക്ക് ചോദ്യം ചെയ്യൽ നടക്കുന്ന നോട്ടീസ് നൽകുന്ന സാഹചര്യങ്ങളിലൊക്കെ പോകും. പക്ഷേ നിലവിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പ് അറിയാമായിരുന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്, രേഖകളടക്കം പരിശോധിക്കുന്നുണ്ട്. നിലവിൽ 2 വാഹനങ്ങൾ ദുൽഖറിൻ്റെതായി പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പൃഥ്വിരാജില്ലായിരുന്നു. ഒപ്പം തന്നെ ഈ വാഹനം നികുതി വെട്ടിച്ച് കൊണ്ടുവന്നു കരുതപ്പെടുന്ന വാഹനവും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തേവരയിലെ ഈ പരിശോധന അവസാനിപ്പിച്ച് കസ്റ്റംസ് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ധന്യ.